നമസ്കാരം. വാർത്തകളും വിശേഷങ്ങളുമായി സൗത്ത് വിഷൻ ന്യൂസിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന സംഭവവികാസങ്ങളിലേക്ക്. പൊതുസ്ഥലത്ത് യുവതിയെ ഉപദ്രവിച്ചു. സംഭവത്തിൽ യുവാവ് അറസ്റ്റിൽ. കൊല്ലം മായൂർ ഇളമാട് സ്വദേശി പ്രമോദാണ് അറസ്റ്റിലായത്. കേരളത്തിൽ കാലവർഷം നേരത്തെ എത്തും. മെയ് 27-ാം തീയതിയോടെ തെക്ക് പടിഞ്ഞാറൻ കാലവർഷം കേരളത്തിലെത്തുമെന്ന് റിപ്പോർട്ട്. ചൊവ്വാഴ്ചയോടെ കാലവർഷം തെക്ക് കിഴക്കൻ ബംഗാൾ ഉൾക്കടലിലെത്തും. ചക്കുവള്ളിയിൽ കാറുകൾ കൂട്ടിയിടിച്ച് അപകടം. 3 പേർക്ക് പരിക്ക്. പുതിയകാവ് ചക്കുവള്ളി റോഡിൽ KCT മുഖ്യന് സമീപമായിരുന്നു അപകടം. ഒരാണ്ട് ഒരു വീട് സ്വപ്നഭവന യോജന പദ്ധതിക്ക് കരുനാഗപ്പള്ളിയിൽ തുടക്കമായി. BJPയുടെ നേതൃത്വത്തിലാണ് പദ്ധതി നടപ്പാക്കുന്നത്. നഗരസഭയിലെ തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് സൗജന്യമായി വീട് വെച്ച് നൽകുന്നതാണ് പദ്ധതി. വിശദമായ വാർത്തകളിലേക്ക്. പൊതുസ്ഥലത്ത് യുവതിയെ ഉപദ്രവിച്ചു. സംഭവത്തിൽ യുവാവ് അറസ്റ്റിൽ. കൊല്ലം ആയൂർ ഇളമാട് സ്വദേശി പ്രമോദാണ് അറസ്റ്റിലായത്. കഴിഞ്ഞ ദിവസം രാത്രിയായിരുന്നു സംഭവം. പൊതുസ്ഥലത്ത് വെച്ച് യുവതിയെ ഉപദ്രവിച്ച സംഭവത്തിലെ പ്രതിയാണ് അറസ്റ്റിലായത്. കൊല്ലം ആയൂർ ഇളമാട് പ്രമോദ് മന്ദിരത്തിൽ 40 വയസ്സുള്ള പ്രമോദിനെയാണ് ചടയമംഗലം പോലീസ് അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ ദിവസം രാത്രി 8 മണിയോടുകൂടിയായിരുന്നു സംഭവം. കടയിൽ നിന്നും സാധനം വാങ്ങാനായി മാതാവും 20 വയസ്സുള്ള മകളും സ്കൂട്ടറിൽ പോകവെ വാഹനത്തെ പിന്തുടർന്ന് പ്രതിയെത്തി. പെൺകുട്ടിയുടെ മാതാവ് കടയിൽ കയറിയ സമയം റോഡ് സൈഡിൽ സ്കൂട്ടറിലിരിക്കുകയായിരുന്ന പെൺകുട്ടിയെ ഇയാൾ കടന്നു പിടിക്കുകയായിരുന്നു. യുവതിയുടെ ബഹളം കേട്ടെത്തിയ നാട്ടുകാർ പ്രമോദിനെ കൈയോടെ പിടികൂടി ചടയമംഗലം പോലീസിൽ ഏൽപ്പിച്ചു. യുവതി കടക്കൽ താലൂക്ക് ആശുപത്രിയിലും പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും ചികിത്സ തേടി. പീഡനം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തി കേസെടുത്ത ഇയാളെ റിമാൻഡ് ചെയ്തു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. പുസ്തകം പ്രകാശനം ചെയ്തു. കരുനാഗപ്പള്ളി താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി വി വിജയകുമാർ എഴുതിയ പ്രണയം തൊടും നേരം എന്ന പുസ്തകത്തിന്റെ 5ാം പതിപ്പാണ് പ്രകാശനം ചെയ്തത്. കൊല്ലം ജില്ലാ പുസ്തകോത്സവത്തോടനുബന്ധിച്ചായിരുന്നു പ്രകാശനം. കരുനാഗപ്പള്ളി താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി വി വിജയകുമാർ എഴുതിയ പ്രണയം തൊടും നേരം എന്ന പുസ്തകത്തിന്റെ 5ാം പതിപ്പാണ് പ്രകാശനം ചെയ്തത്. സൈന്ധവ ബുക്സാണ് പുസ്തകം പ്രസിദ്ധീകരിച്ചത്. കൊല്ലം ജില്ലാ പുസ്തകോത്സവത്തിന്റെ ഭാഗമായായിരുന്നു പുസ്തക പ്രകാശനം. സഹകരണ ക്ഷേമനിധി ബോർഡ് ചെയർമാൻ K രാജഗോപാൽ പുസ്തകം പ്രകാശനം ചെയ്തു. കാത്തിരുന്ന ഘട്ടത്തെക്കുറിച്ച് തന്നെ ഇവിടെ പറഞ്ഞു. അതൊരു നല്ല അത് നമ്മുടെ ഈ രംഗത്തുള്ള പുതിയ പുസ്തകങ്ങൾക്കുള്ള സ്വീകാര്യത, ആ പുസ്തകങ്ങളെല്ലാം സ്വീകരിക്കാനുള്ള നമ്മുടെ വലിയ മനോഭാവം, എഴുത്തുകാർക്കുള്ള പ്രസാധകർക്കുമുള്ള വലിയ പ്രോത്സാഹനം എല്ലാം അതിൽ ഉൾപ്പെടുന്നുണ്ട്. അപ്പോൾ ആ നിലയിൽ 5ാം പതിപ്പ് പ്രസിദ്ധപ്പെടുത്തിയ ഈ പുസ്തകത്തിന് സ്വാഭാവികമായും ഇനിയും ഒരുപാട് പതിപ്പുകൾ ഇറക്കാൻ കഴിയുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ നമ്മുടെ ചില സാഹിത്യത്തിലൊക്കെ വലിയ ചരിത്രം സൃഷ്ടിച്ചിട്ടുള്ള പുസ്തകങ്ങളൊക്കെ പുതിയ തലമുറയും അതിനെ സ്വന്തം ഒരു അനുഭവമായി അല്ലെ വീണ്ടും അറിയാനുള്ള ആഗ്രഹത്തിൻ്റെ അവർ പഠിക്കുന്നത് ഇന്നത്തെ പുതിയ തലമുറ എഴുതാൻ പഠിക്കുന്നത് അവർ പുതിയ ഒന്ന് സൃഷ്ടിക്കുന്നത് ഈ പഴയതിനെയെല്ലാം ഉപജീവിച്ചുകൊണ്ട് തന്നെയാണ്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ PK ഗോപൻ പുസ്തകം ഏറ്റുവാങ്ങി. അതിൻ്റെ പ്രായോഗിക വശവും പ്രദാനം ചെയ്യുന്ന മേദിനി ചേച്ചി ഉൾപ്പെടെ പങ്കെടുത്ത കേരളത്തിലെ സ്ത്രീപക്ഷ മുന്നേറ്റത്തിന് സഹായകരമായ പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കുന്ന സമത എന്ന മനോഹരമായ പേരോടുകൂടി പ്രവർത്തിക്കുന്ന പുസ്തക പ്രസാധക സംഘത്തിൻ്റെ ഒരു പ്രകാശന ചടങ്ങ് തൊട്ടുമുമ്പ് ഇവിടെ നടന്നിരുന്നു. അത് പൂർണ്ണമായിട്ട് കേൾക്കാൻ എനിക്ക് കഴിഞ്ഞില്ല, പക്ഷേ അത് ഇവിടെ നടന്നൊരു കാര്യമാണ്. എന്നാൽ പ്രകാശന ചടങ്ങ് ഗ്രന്ഥശാല സംഘത്തിൻ്റെ ഭാഗമായി അതിൻ്റെ നേതൃത്വ നിരയിൽ പ്രവർത്തിക്കുന്ന വിജയകുമാറിൻ്റെ പുസ്തകമാണ്. അത് പ്രകാശനം ചെയ്തത് ഞങ്ങൾക്കൊക്കെ കുറച്ച് സന്തോഷവും അഭിമാനമുള്ള കാര്യമാണ്. രാജഗോപാൽ സാഹബ് അത് നിർവഹിച്ചു എന്നുള്ളത്. ഇടതുപക്ഷ രാഷ്ട്രീയത്തിൽ എല്ലാവരും അംഗീകരിക്കുന്ന ഒരു വസ്തുത, അത് വലതുപക്ഷം വളരുന്നത് പോലുള്ള ഒരു ശൈലിയിലോ അല്ല വളരുന്നത്. അതിലെല്ലാ കാലത്തും അതിൻ്റെ മാർക്സിസ്റ്റ് സിദ്ധാന്തത്തെ സൈദ്ധാന്തിക തലത്തിൽ നിന്ന് അതിനെ പ്രായോഗിക തലത്തിലേക്ക് സംക്രമിപ്പിച്ചെടുത്ത മഹാനായ ലെനിൻ ലോകത്തെങ്ങുമുള്ള കലാമേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് പ്രചോദനമായിട്ടുള്ള ഒരു രാഷ്ട്രീയ നേതൃത്വമായിരുന്നു.
സൈന്ധവ ബുക്സ് മാനേജിംഗ് ഡയറക്ടർ KG അജിത് കുമാർ അധ്യക്ഷത വഹിച്ചു. NGO യൂണിയൻ ജില്ലാ സെക്രട്ടറി VR അജു, കുടുംബശ്രീ മിഷൻ ജില്ലാ കോർഡിനേറ്റർ C വിമൽചന്ദ്രൻ, ലൈബ്രറി കൗൺസിൽ എക്സിക്യൂട്ടീവ് അംഗം VP ജയപ്രകാശ് മേനോൻ, ദേവകുമാർ എന്നിവർ പങ്കെടുത്തു. പുസ്തകത്തിന്റെ കവർ ഡിസൈൻ ചെയ്ത ആദർശൻ കൃഷ്ണയെ ചടങ്ങിൽ ആദരിച്ചു. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. കൊട്ടിയം നിത്യസഹായമാത ഗേൾസ് ഹൈസ്കൂളിലെ സ്റ്റുഡൻസ് പോലീസ് കേഡറ്റിന്റെ ദ്വിദിന സമ്മർ ക്യാമ്പ് സമാപിച്ചു. ലഹരിക്കെതിരെയുള്ള പ്രവർത്തനങ്ങളിൽ കേഡറ്റുകളെ കൂടി പ്രാപ്തരാക്കുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു ക്യാമ്പ്. ശബളം 2025 എന്ന പേരിലാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത്. കൊട്ടിയം നിത്യസഹായ മാതാ ഗേൾസ് ഹൈസ്കൂളിലെ സ്റ്റുഡൻസ് പോലീസ് കേഡറ്റിന്റെ ദ്വിദിന സമ്മർ ക്യാമ്പിനോടനുബന്ധിച്ചാണ് ഫ്ലാഷ് മോബ് സംഘടിപ്പിച്ചത്. ലഹരിക്കെതിരെയുള്ള പ്രവർത്തനങ്ങളിൽ കേഡറ്റുകളെ പ്രാപ്തരാക്കുക എന്നുള്ള ലക്ഷ്യത്തോടെയാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത്. ശബളം 2025 എന്ന പേരിലാണ് ക്യാമ്പ് നടത്തിയത്. കേഡറ്റുകൾ സ്കൂൾ പരിസരത്താണ് ലഹരിവിരുദ്ധ റാലിയും ഫ്ലാഷ് മോബും സംഘടിപ്പിച്ചത്. ന്യൂസ് ബ്യൂറോ, കൊല്ലം. കേരളത്തിൽ കാലവർഷം നേരത്തെ എത്തും. മെയ് 27-ാം തീയതിയോടെ തെക്ക് പടിഞ്ഞാറൻ കാലവർഷം കേരളത്തിൽ എത്തുമെന്നാണ് റിപ്പോർട്ട്. ചൊവ്വാഴ്ചയോടെ കാലവർഷം തെക്ക് കിഴക്കൻ ബംഗാൾ ഉൾക്കടലിലും ആൻഡമാൻ നിക്കോബാർ ദ്വീപ സമൂഹങ്ങളിലും എത്തും. തെക്ക് പടിഞ്ഞാറൻ കാലവർഷം ഇത്തവണ നേരത്തെ കേരളത്തിലെത്തും. 27-ന് കാലവർഷം എത്തുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം. 4 ദിവസം മുന്നോട്ടോ പിന്നോട്ടോ ആകാനും സാധ്യതയുണ്ട്. ഇത്തവണ കേരളം ഉൾപ്പെടുന്ന തെക്കൻ മേഖലയിൽ ശരാശരിയിലും കൂടുതൽ മഴ ലഭിക്കുമെന്നാണ് പ്രവചനം. കഴിഞ്ഞ വർഷം മെയ് 31-നാണ് കാലവർഷം എത്തിയത്. കേരളത്തിൽ ഈ ആഴ്ച കാര്യമായ മഴയ്ക്ക് സാധ്യതയില്ല. എന്നാൽ 13 മുതൽ പടിഞ്ഞാറൻ കാറ്റ് ശക്തമാകുന്നതോടെ ചൂടിനും ശമനമുണ്ടാകുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്ര മേധാവി നിത കെ ഗോപാൽ പറഞ്ഞു. ഞായറാഴ്ച വരെ കനത്ത ചൂടിന് മുന്നറിയിപ്പുണ്ട്. 13ഓടെ കാലവർഷം തെക്ക് കിഴക്കൻ ബംഗാൾ ഉൾക്കടലിലും നിക്കോബാർ ദ്വീപുകളിലും എത്താൻ സാധ്യതയുണ്ടെന്നാണ് പ്രവചനം. ന്യൂസ് ബ്യൂറോ, കൊല്ലം. മാതൃവന്ദനം സംഘടിപ്പിച്ചു. കൊല്ലം കണ്ണനല്ലൂർ പാലമുക്ക് YMA ലൈബ്രറി ആൻഡ് റീഡിംഗ് റൂം വനിതാ വേദിയുടെ നേതൃത്വത്തിലാണ് മാതൃവന്ദനം നടത്തിയത്. ആദരവും ഇതോടനുബന്ധിച്ച് നടന്നു. കണ്ണനല്ലൂർ പാലമുക്ക് YMA ലൈബ്രറി ആൻഡ് റീഡിംഗ് റൂം വനിതാവേദിയുടെ നേതൃത്വത്തിലാണ് മാതൃവന്ദനം നടത്തിയത്. മുഖത്തല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് B യശോദ ഉദ്ഘാടനം നിർവഹിച്ചു. വനിതാവേദി പ്രസിഡന്റ് SV സുധർമണി അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി G അംബിക സ്വാഗതം പറഞ്ഞു. YMA ലൈബ്രറി സെക്രട്ടറി G ജലധരൻ ആദരിക്കുന്നവരെ പരിചയപ്പെടുത്തി. കൊല്ലം SN കോളേജ് മലയാള വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ R രാഗി മുഖ്യപ്രഭാഷണം നടത്തി. P അർജുനൻ, അന്നമ്മ ജോഷ തുടങ്ങിയവർ പങ്കെടുത്തു. കുഞ്ഞെ ഒരു ഗ്ലാസ് പാലെടുത്ത് ഈ പയ്യന് കൊടുത്തു. പക്ഷെ അവൻ്റെ കയ്യിൽ പൈസയൊക്കെ ഉണ്ടായിരുന്നു. അവന് ഈ പൈസ എടുത്ത് ഈ മകളുടെ കയ്യിൽ കൊടുത്തപ്പോൾ അവൾ പോയി വാങ്ങിയില്ല. പൈസ വേണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ കുറേ വർഷങ്ങൾ കഴിഞ്ഞപ്പോഴേക്കും ഇവനെ പഠിച്ച് മിടുക്കനായി വലിയൊരു ഡോക്ടറായി. തുടർന്ന് വനിതകളുടെ വിവിധ കലാപരിപാടികളും നടത്തി. BS പ്രിയ, S ശില്പ എന്നിവരുടെ നേതൃത്വത്തിലാണ് വിവിധ കലാപരിപാടികൾ നടത്തിയത്. ന്യൂസ് ബ്യൂറോ, കുണ്ടറ.
ചക്കുവള്ളിയിൽ കാറുകൾ കൂട്ടിയിടിച്ച് 3 പേർക്ക് പരിക്ക്. പുതിയകാവ് ചക്കുവള്ളി റോഡിൽ KCT മുക്കിന് സമീപമായിരുന്നു അപകടം. എതിർദിശയിൽ വന്ന കാറുകൾ കൂട്ടിയിടിക്കുകയായിരുന്നു. പുതിയകാവ് ചക്കുവള്ളി റോഡിൽ KCT മുക്കിന് സമീപമായിരുന്നു അപകടം. എതിർദിശയിൽ വന്ന കാറുകളാണ് കൂട്ടിയിടിച്ചത്. അപകടത്തിൽ 3 പേർക്ക് പരിക്കേറ്റു. അറിയോ? ആശുപത്രി കൊണ്ടുപോയോ? ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് അപകടത്തിന് കാരണമെന്ന് കരുതുന്നു. പോലീസ് എത്തി മേൽനടപടികൾ സ്വീകരിച്ചു. ന്യൂസ് ബ്യൂറോ, ചക്കുവള്ളി. ധീരജവാൻ K. രാജൻ വീരമൃത്യു വാർഷിക ദിനാചരണം ചത്തിയറ VHSSൽ നടത്തി. പൂർവ്വ വിദ്യാർത്ഥി സംഘടനയുടെ നേതൃത്വത്തിലായിരുന്നു ദിനാചരണം. MS അരുൺകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. ചത്തിയറ VHSSലെ പൂർവ്വ വിദ്യാർത്ഥി സംഘടനയുടെ നേതൃത്വത്തിലാണ് ധീരജവാൻ K. രാജൻ അനുസ്മരണം നടത്തിയത്. MS അരുൺകുമാർ MLA ഉദ്ഘാടനം നിർവഹിച്ചു. അഖണ്ഡതയും ഒക്കെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പോരാട്ടത്തിന് നേതൃത്വം കൊടുക്കുകയാണ്. നമ്മുടെ രാജ്യം ഉണ്ടായതിനു ശേഷം ഭീകരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്താൻ നാടിൻ്റെ ഈ ഐക്യത്തെ, നാടിൻ്റെ ഈ കൂട്ടായ്മയെ, സ്നേഹത്തെ, അത് വ്യത്യസ്തതകളിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഒരു ഏകമായ മനസ്സാണ്. അതിനെ തകർക്കാൻ പലപ്പോഴായി പലയിടങ്ങളിൽ ഭീകരർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ച, ആ പ്രവർത്തനങ്ങൾ നമുക്കറിവുള്ളതാണ്. അത്തരമൊരു ഘട്ടത്തിൽ കൂടിയാണ് നമ്മളിപ്പോൾ കടന്നു പോകുന്നത്. പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ പ്രസിഡന്റ് A. സലാം അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി S. ജമാൽ സ്വാഗതം പറഞ്ഞു. സ്കൂൾ മാനേജർ അനിൽകുമാർ ആമുഖ പ്രസംഗം നടത്തി. താമരക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് G. വേണു അനുസ്മരണം നിർവഹിച്ചു. നൂറിനാട് ITBP ഡെപ്യൂട്ടി കമാൻഡന്റ് P. മനോജ് മുഖ്യാതിഥിയായി. നമ്മുടെ റെസ്പോൺസിബിലിറ്റി നമ്മൾ മനസ്സിലാക്കി നമ്മൾ പ്രവർത്തിക്കണം. എങ്കിൽ മാത്രമേ ബോർഡർ നിൽക്കുന്ന ഒരു ജവാൻ അല്ലെങ്കിൽ ഒരു സൈനികന് യുദ്ധം ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഇപ്പോൾ 2-3 ദിവസമായി നമ്മുടെ ആലപ്പുഴ ജില്ലയിലും മോക്ക് ഡ്രില്ല് എല്ലാം നടക്കുന്നുണ്ട്. കാരണം ഇന്ന് ടെക്നോളജിയുടെ വാറാണ്. ഫേസ് ടു ഫേസ് വാറ് വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ. ടെക്നോളജിയാണ് ഇപ്പോൾ എല്ലായിടത്തും നടക്കുന്നത്. സ്റ്റാർ വാഴ്സിലൊക്കെ നമ്മൾ പണ്ട് കുട്ടിക്കാലത്ത് സിനിമകൾ കണ്ടതുപോലുള്ളൊരു യുദ്ധമാണ് ഇപ്പോൾ നടക്കുന്നത്. പക്ഷേ സോഷ്യൽ മീഡിയയിലോ നമ്മുടെ ചാനലിലോ കാണുന്ന വാർത്തകൾ കണ്ട് നിങ്ങൾ ഒരിക്കലും പേടിക്കേണ്ട കാര്യമില്ല. നമ്മുടെ രാജ്യം സുശക്തമാണ്. സ്ട്രെങ്ത് കൊണ്ട് ലോകത്തെ 2ാമത്തെ വലിയ സൈന്യമാണ് നമ്മുടേത്. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ശാന്തി സുഭാഷ്, ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PB ഹരികുമാർ, ഗ്രാമപഞ്ചായത്ത് അംഗം S. ശ്രീജ, താമരക്കുളം സൈനിക കൂട്ടായ്മ രക്ഷാധികാരി CG സന്തോഷ്, G. രാജേഷ്, V. ചന്ദ്രൻപിള്ള, റിട്ടയർഡ് ക്യാപ്റ്റൻ K. അജിത് കുമാർ, സീതാലക്ഷ്മി തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചാരുമൂട്. ഒരാണ്ട് ഒരു വീട് സ്വപ്നഭവന യോജന പദ്ധതിക്ക് കരുനാഗപ്പള്ളി SV മാർക്കറ്റിൽ തുടക്കമായി. BJP കോഴിക്കോട് ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പദ്ധതി നടപ്പാക്കുന്നത്. നഗരസഭയിലെ വിവിധ സ്ഥലങ്ങളിൽ തെരഞ്ഞെടുക്കപ്പെട്ടവർക്ക് സൗജന്യമായി വീട് വെച്ച് നൽകുന്നതാണ് പദ്ധതി. ഭാരതീയ ജനതാ പാർട്ടി കോഴിക്കോട് ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കരുനാഗപ്പള്ളി നഗരസഭയിലെ വിവിധ സ്ഥലങ്ങളിൽ തെരഞ്ഞെടുക്കപ്പെട്ടവർക്ക് സൗജന്യമായി വീട് നിർമ്മിച്ചു നൽകുന്ന പദ്ധതിക്കാണ് തുടക്കം കുറിച്ചത്. ഒരാണ്ട് ഒരു വീട് സ്വപ്ന ഭവന യോജന പദ്ധതിയുടെ പ്രവർത്തനങ്ങൾ BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശോഭാ സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. തകർക്കണമെന്നും ആഗ്രഹിക്കുന്നവർ അവരെല്ലാവരും ചേർന്നുകൊണ്ട്, നിങ്ങൾ കണ്ടില്ലേ, കഴിഞ്ഞ ദിവസം TV-യിൽ കണ്ടു, ഭീകരവാദി മരണമടഞ്ഞ് എല്ലാവരും ഒരുമിച്ച് ചേർന്നുകൊണ്ട് പാകിസ്ഥാന്റെ പട്ടാളക്കാര് ഭീകരവാദിയുടെ ഭൗതിക ശരീരത്തെ എത്ര ബഹുമാനത്തോടു കൂടിയിട്ടാണ് അവിടുത്തെ പട്ടാളക്കാർ നിൽക്കുന്നത്. കാരണം എന്താണെന്ന് അറിയുമോ? ഭീകരവാദിയെ ബഹുമാനിച്ചില്ലെങ്കിൽ പാകിസ്ഥാനിലെ ധനകാര്യ വകുപ്പ് മന്ത്രിയോ വിദേശകാര്യ വകുപ്പ് മന്ത്രിയോ അല്ലെങ്കിൽ പാകിസ്ഥാനിലെ ഒരൊറ്റൊരുത്തരും ബാക്കി ഉണ്ടാവില്ല. കാരണം ഭീകരവാദി തീരുമാനിക്കും ആര് ജീവിക്കണം, ആര് മുന്നോട്ട് പോകണം. അതുകൊണ്ടാണ് കയ്യും കെട്ടിക്കൊണ്ട് ആ ഭീകരവാദ സംഘടനകളുടെ തലതൊട്ടപ്പന്മാരുടെ മുന്നിൽ വിറങ്ങലിച്ച് നിൽക്കുകയാണ് പാകിസ്ഥാനിലെ ജനപ്രതിനിധികൾ എന്നുള്ളതാണ്. കോഴിക്കോട് ഏരിയയിലെ SV മാർക്കറ്റിൽ 23-ാം ഡിവിഷനിലാണ് സ്വപ്നഭവന യോജനയുടെ ആദ്യ വീട് നിർമ്മിക്കുന്നത്. BJP ജില്ലാ വൈസ് പ്രസിഡന്റ് KR രാജേഷ്, മണ്ഡലം പ്രസിഡന്റ് മുരളി, ഏരിയ പ്രസിഡന്റ് ഷിജി ആനന്ദൻ, S. രഞ്ജിത്ത, ഹരിലാൽ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. അമ്മ മനസ്സ് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ഉച്ചഭക്ഷണ വിതരണം നടത്തി. കരുനാഗപ്പള്ളി പുതിയകാവ് നെഞ്ചുരോഗ ആശുപത്രിയിലാണ് ഉച്ചഭക്ഷണം വിതരണം ചെയ്തത്.
അമ്മ മനസ്സ് കൂട്ടായ്മയുടെ നേതൃത്വത്തിലാണ് കരുനാഗപ്പള്ളി പുതിയകാവ് നെഞ്ചുരോഗ ആശുപത്രിയിൽ ഉച്ചഭക്ഷണം വിതരണം ചെയ്തത്. കിടപ്പ് രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കുമായാണ് ഉച്ചഭക്ഷണം നൽകിയത്. ജീവകാരുണ്യ പ്രവർത്തകൻ മെഹർഖാൻ ചേന്നലൂർ ഉദ്ഘാടനം ചെയ്തു. നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ പുണ്യപ്രവൃത്തി തന്നെയാണ് ഇത്തരം സഹായങ്ങൾ എന്നുള്ളത്. കാരണം ഒരു രോഗം മൂലം ഇത്രയും പെട്ടെന്ന് തന്നെ ആശുപത്രിയിൽ എത്തുക എന്നുള്ള അവസ്ഥയിലേക്ക് പോകുമ്പോൾ സാമ്പത്തികമായിട്ട് വളരെ വലിയ ഞെരുക്കത്തിലേക്കാണ് പോകുന്നത്. ഈ ഒരു അവസ്ഥ കണ്ടറിഞ്ഞുകൊണ്ട് കരുനാഗപ്പള്ളിയുടെ അമ്മ മനസ്സ് കൂട്ടായ്മ ഇവിടെ ഈ സംഘടിപ്പിച്ച ഉച്ചഭക്ഷണ പദ്ധതി ഏറെ അഭിനന്ദനാർഹമാണ്. അമ്മ മനസ്സ് കൂട്ടായ്മ ചെയർപേഴ്സൺ ശ്രീകല ക്ലാപ്പന അധ്യക്ഷത വഹിച്ചു. ബാബു അമ്മ വീട്, മായ ഉദയകുമാർ, മാരിയത്ത് ബീബി, ശകുന്തള അമ്മ വീട്, ഗീതാകുമാരി, സുബൈദ ഏവൺ, ലത തറയിൽക്കുന്ന്, ശോഭന ക്ലാപ്പന, സക്കീന, അനിത ശ്രീകുമാർ, ശാലിനി, സോണി, ഗീത ഓച്ചിറ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഓച്ചിറ. പത്തനംതിട്ട DCC വൈസ് പ്രസിഡന്റ് മാത്തൂർ മേലെടുത്ത് MG കണ്ണൻ അന്തരിച്ചു. ഹൃദയാഘാതമായിരുന്നു മരണകാരണം. ശനിയാഴ്ച വൈകിട്ട് മീറ്റിംഗിൽ പങ്കെടുക്കുമ്പോൾ ഹൃദയാഘാതം സംഭവിക്കുകയായിരുന്നു. ഉടൻ തന്നെ പരുമലയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഞായറാഴ്ച രാവിലെയാണ് അന്ത്യം സംഭവിച്ചത്. വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെയാണ് കണ്ണൻ പൊതുരംഗത്തെത്തിയത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അടൂരിലെ സ്ഥാനാർത്ഥിയുമായിരുന്നു. പത്തനംതിട്ട ജില്ലാ പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായും ആക്ടിംഗ് പ്രസിഡന്റായും പ്രവർത്തിച്ചിട്ടുണ്ട്. പ്രധാന വാർത്തകൾ വീണ്ടും. പൊതുസ്ഥലത്ത് യുവതിയെ ഉപദ്രവിച്ചു. സംഭവത്തിൽ യുവാവ് അറസ്റ്റിൽ. കൊല്ലം ആയൂർ ഇളമാട് സ്വദേശി പ്രമോദാണ് അറസ്റ്റിലായത്. കേരളത്തിൽ കാലവർഷം നേരത്തെ എത്തും. മെയ് 27-ാം തീയതിയോടെ തെക്ക് പടിഞ്ഞാറൻ കാലവർഷം കേരളത്തിലെത്തുമെന്ന് റിപ്പോർട്ട്. ചൊവ്വാഴ്ചയോടെ കാലവർഷം തെക്ക് കിഴക്കൻ ബംഗാൾ ഉൾക്കടലിലെത്തും. ചക്കുവള്ളിയിൽ കാറുകൾ കൂട്ടിയിടിച്ച അപകടം. 3 പേർക്ക് പരിക്ക്. പുതിയകാവ് ചക്കുവള്ളി റോഡിൽ KCT മുക്കിന് സമീപമായിരുന്നു അപകടം. ഒരാണ്ട് ഒരു വീട് സ്വപ്നഭവന യോജന പദ്ധതിക്ക് കരുനാഗപ്പള്ളിയിൽ തുടക്കമായി. BJPയുടെ നേതൃത്വത്തിലാണ് പദ്ധതി നടപ്പാക്കുന്നത്. നഗരസഭയിലെ തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് സൗജന്യമായി വീട് വെച്ച് നൽകുന്നതാണ് പദ്ധതി. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.